السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. തിരുമൊഴി മുത്തുകൾ ഭാഗം 21. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم رب أشأة أغبر مدفوع بالأبواب لو أقسم على الله لأبره صدق رسول الله صلى الله عليه وسلم. സ്നേഹമുള്ളവരെ, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തിരുവചനമാണ് ഇൻഷാ അല്ലാഹ് തിരുമൊഴിമുത്തുകളുടെ 21 ഭാഗത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, റുബ്ബ അശ്അത അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ്, മുടി ജടകുത്തിയ പൊടിപുരണ്ട വസ്ത്രവിധാനങ്ങളുള്ള വാതിലുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന എത്രയെത്ര ആളുകളാണ്. ലൗ അഖ്സമ അലല്ലാഹ്, അവരുടെ സ്ഥിതി എന്താണ്? അള്ളാഹുവിന്റെ മേൽ അവർ സത്യം ചെയ്തു പറഞ്ഞാൽ ല അബറ, തീർച്ചയായും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. നാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ചില ധാരണകളുണ്ട്. ആ ധാരണകൾ തീർച്ചയായും തിരുത്തിക്കുറിക്കേണ്ടതാണെന്നുള്ള മുന്നറിയിപ്പാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊക്കെ പൊതുവായ ഒരു ധാരണയുണ്ട്, നാം ആളുകളെ വിലയിരുത്തുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ച് മാന്യമായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട്, സ്ഥാനമുണ്ട്, അവരെ നാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ ഇത്തരത്തിലല്ലാതെ വസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കാതെ മുടിയൊക്കെ അങ്ങനെ ജടകുത്തി ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അയാളെ നാം നിസാരരായി കാണുന്നു, ഭ്രാന്തനെന്ന് വിളിക്കുന്നു. നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ആട്ടിയോടിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണ് സ്ഥാനമുള്ളത്? ബാഹ്യമായ രൂപങ്ങൾ നോക്കിയിട്ടാണ് അള്ളാഹു വിലയിരുത്തുന്നത്. റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ളവർ ആരാണ് എന്ന് ഖുർആൻ വിശദമായി പറയുന്നുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്, ബഹുമാനമുള്ളത്, അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ളവർക്കാണ്. ആർക്കാണോ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തിന്റെ മാനദണ്ഡം തഖ്വയാണ്. തഖ്വയുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. ഇനി തഖ്വയില്ല എന്നാൽ അവർക്ക് ഒരു സ്ഥാനവും അള്ളാഹു തആല കൊടുക്കുന്നില്ല. ആ തഖ്വ എവിടെയായിരിക്കുന്നത്? ബാഹ്യമായ നമുക്ക് നോക്കിയാൽ കാണുന്നതാണോ തഖ്വ? തഖ്വ ഇരിക്കുന്നത് എവിടെയാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു. ഒരിക്കൽ അവിടുത്തെ തിരുനെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് 3 വട്ടം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, തഖ്വ ഇരിക്കുന്നത് ഇവിടെയാണ്, അഥവാ തിരുനെഞ്ചിലാണ്, ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് തഖ്വയുള്ളത്. അത് നമുക്ക് ബാഹ്യമായി നോക്കിയാൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അള്ളാഹു നോക്കുന്നത് ആ ഹൃദയത്തിലേക്കാണ്, അല്ലാതെ ബാഹ്യമായ രൂപങ്ങളിലേക്കല്ല. ബാഹ്യരൂപം എത്ര സുന്ദരമായാലും അള്ളാഹുവിന്റെ അടുത്ത സ്ഥാനം ഉണ്ടാകണമെന്നില്ല. അള്ളാഹു നോക്കുന്നത് കേവലം ബാഹ്യമായ രൂപങ്ങളിലേക്കോ സൗന്ദര്യത്തിലേക്കോ അല്ല. നിങ്ങൾ എത്ര വിരൂപനാണെങ്കിലും സുന്ദരനാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ തുല്യരാണ്. തടിച്ചവനാണെങ്കിലും ശോഷിച്ചവനാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ തുല്യരാണ്. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അവിടെ തഖ്വയുണ്ടോ, അവിടെ ഈമാനുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ യാതൊരു സ്ഥാനവുമില്ല. ലാ യൻദുറു അല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല ശരീരങ്ങളിലേക്ക് നോക്കില്ല, രൂപത്തിലേക്ക് നോക്കുകയില്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ആയതുകൊണ്ട് ബാഹ്യമായ രൂപം കണ്ടുകൊണ്ട് ഒരാളെയും നമ്മൾ വിലയിരുത്താൻ പാടില്ല. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ വലിയ വലിയ മഹാരഥന്മാർ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വലിയ സ്ഥാനമുള്ളവർ, അവർ ജനങ്ങളുടെ കണ്ണിൽ നിസാരരായിരുന്നു, നിന്ദ്യരായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ഉമറേ, താങ്കളുടെ ജീവിതത്തിൽ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന മഹാനെ കണ്ടുമുട്ടിയാൽ ദുആ ചെയ്യിപ്പിക്കണേ. ഇന്നഹു മുസ്തജാബു ദഅവ, അദ്ദേഹം മുസ്തജാബു ദഅവയാണ്,
അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നവരാണ്. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താ? നാട്ടിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഭ്രാന്തനായിട്ടാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. യമനിന്റെ തെരുവീതിയിലൂടെ ബഹുമാനപ്പെട്ടവർ നടന്നു പോകുമ്പോ കുട്ടികൾ കല്ലെറിയുകയാണ്. കല്ലെടുത്തെറിഞ്ഞ് വേദന കൊണ്ട് പുളയുമ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, നിങ്ങൾ ചെറിയ കല്ലുകൊണ്ടെറിയണേ, നിങ്ങൾ വലിയ കല്ലുകൊണ്ടെറിഞ്ഞ് എന്റെ മുട്ടിക്കാലിലെങ്ങാനും അത് പതിച്ചാൽ എനിക്ക് സുജൂദ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് മക്കളെ, ചെറിയ കല്ലുകൊണ്ട് നിങ്ങൾ എന്നെ എറിയണേ എന്ന് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചെറിയ മക്കളോട്, ചെറിയ ചെറിയ പിള്ളേരോട് കേണപേക്ഷിക്കുകയാണ്. അതാണ് മഹാന്മാരുടെ അവസ്ഥ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരാളെയും നമ്മൾ നിസാരരായി കാണരുത്. അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കാണ് സ്ഥാനമുള്ളത് എന്നറിയാൻ കഴിയുകയില്ല. ആയതുകൊണ്ട് തന്നെ നാം ഒരാളെയും ബാഹ്യമായ രൂപം വെച്ച് വിലയിരുത്താതിരിക്കുക, ആരെയും നിസാരരായി കാണാതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.